ഈ 3D ഫ്ലവേഴ്സ് ഓരോ ഡ്രസ്സിൽ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് അത് മെഷീൻ വർക്കാണ്, നമ്മളെ കൊണ്ടൊന്നും സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഇൻസ്റ്റയിൽ ഈ വീഡിയോ കാണുന്നത് വരെ ഇത്ര ഈസി ടെക്നിക്കലി ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ചിലപ്പോൾ ഇത് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ ഞാനിത് ഇപ്പോഴാണ് കാണുന്നത്. കണ്ടപ്പോഴേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി ഒരു വേസ്റ്റ് തുണിയിൽ ചെയ്തതാണ്. അവർ നെറ്റിൻ്റെ തുണിയിലാണ് ചെയ്യണത്, എൻ്റെ കയ്യിൽ അത് ഇല്ലായിരുന്നു. ഞാൻ സ്പേസ് സിൽക്കിൻ്റെ തുണി വെച്ചിട്ടാണ് ചെയ്ത് നോക്കുന്നത്. രണ്ടും വേറെ തന്നെ ഒരു ലുക്കാണ്. നെറ്റിൻ്റെ തുണിയിൽ ഇച്ചിരി കൂടെ ട്രാൻസ്പെറൻ്റ് ആണ്, പിന്നെ ഇത്രയും പഫി ആയിട്ടൊന്നും നിൽക്കത്തില്ല. അപ്പോൾ ഇത് തയ്ച്ചു കഴിഞ്ഞുള്ള ലുക്ക് ഇതാണ്. ഇതിനൊരു ഫിനിഷിംഗ് ഇല്ല, കാരണം സെൻറ്ററിൽ ആ തയ്യലെല്ലാം കൂടെ വരുന്നതുകൊണ്ടാണ്. അവിടെ നമുക്ക് മുത്തിൻ്റെ കൈത്തയ്യലോ അല്ലെങ്കിൽ എന്തെങ്കിലും കല്ല് ഒട്ടിച്ചു കൊടുത്താലോ മതി. ആ ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടണമെങ്കിൽ മുത്ത് തന്നെ തയ്ച്ചു വെക്കണം. ഞാൻ ആദ്യം അതാണ് വിചാരിച്ചത്, പക്ഷേ ടൈം കളയേണ്ടെന്ന് വിചാരിച്ച് കല്ലൊട്ടിച്ചു കൊടുത്ത്. ഇത് പിന്നെ ട്രയലും അല്ലേ. അപ്പോഴത്തേ നമ്മുടെ 3D ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫുൾ വീഡിയോ എടുക്കാഞ്ഞത്. ഇപ്പോൾ ഇത് സക്സസ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഉടുപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫുൾ വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്, അത് ഉടനെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.